ഒരു സുന്നി ഐക്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സുന്നികളിൽ ബഹുഭൂരിഭാഗവും. ഇരുപക്ഷത്തിൻ്റെയും അടിസ്ഥാന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഒന്നാണ്. ശരിക്ക് മുസ്ലിം ലീഗിന് ഇത് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് യോജിപ്പിക്കാൻ കഴിയും. സുന്നികളെ യോജിപ്പിക്കാൻ ആരും മുൻകൈയെടുത്താലും സഹകരിക്കുന്നുള്ളത് നേരത്തെ നമ്മൾ നേതൃത്വം പ്രഖ്യാപിച്ച കാര്യമാണ്. സുന്നികൾക്കിടയിൽ ആശയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇപ്പം എല്ലാ സുന്നി സംഘടനകളുമായിട്ട് സഹകരിച്ചു പോകാന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. അല്ല, ഇനിയിപ്പോ ഈ സമ്മേളനത്തിന് ശേഷം ഒരു ലയന ശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. സമ്മേളനത്തിന് ശേഷം സമ്മേളനത്തിന് മുമ്പ് ഉണ്ടാവും. ഓരോ സമയത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്യും. സന്തോഷമുള്ള ഒരു വാർത്തയാണ്. പ്രബലമായ 2 സുന്നി വിഭാഗങ്ങൾ, ആ സുന്നി വിഭാഗങ്ങളിലെ പ്രവർത്തകരിൽ അതിന്റെ നേതാക്കളിലൊക്കെ നല്ലൊരു ശതമാനം ഈ സുന്നി ഐക്യം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ലയനം എന്ന ഒന്ന് ചിലപ്പോൾ കുറച്ച് സാവകാശം എടുത്താലും പരസ്പര സഹകരണത്തോടുകൂടെ പോകാനുള്ള ഒരവസരം ഉണ്ടാകുക എന്നുള്ളത് തന്നെയല്ലോ നല്ലത്. സമസ്തയുടെ ലയന ചർച്ചകൾക്ക് സാദിഖലി തങ്ങൾ അനുകൂല നിലപാട് അറിയിച്ചതോടെ സുന്നി പ്രവർത്തകർ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ലയന സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ്. സുന്നികൾ തമ്മിലുള്ള അകലം കുറഞ്ഞുവെന്നും അധികം വൈകാതെ തന്നെ ഐക്യമുണ്ടാകുമെന്നും കേരള യാത്രയിൽ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സുന്നികൾ ഐക്യപ്പെടണമെന്നും ജിഫ്രി തങ്ങൾ അതിന് മുൻകൈയെടുക്കണമെന്നും പട്ടാമ്പി മണ്ഡലം MLA മുഹമ്മദ് മുഹ്സിൻ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സന്ദേശയാത്രയിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. കേരള യാത്ര കണ്ണൂരിലെത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പത്രക്കാരോട് അത്തരമൊരു പ്രസ്താവന നടത്തിയതെങ്കിൽ MLA മുഹമ്മദ് മുഹ്സിൻ ജിഫ്രി തങ്ങളുടെ സന്ദേശയാത്ര മണ്ണാർക്കാടെത്തിയപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന തൻ്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത്. ഖലീൽ തങ്ങളുടെ പ്രസ്താവനയുടെ വാർത്ത നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുഹമ്മദ് മുഹ്സിൻ പറഞ്ഞ വാക്കുകളും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു വർഗീയ ചിന്തയുമില്ലാത്ത സംഘടനയാണ്. എന്നാൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. 60ാം വാർഷികത്തിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന അവസാനത്തെ ദിവസം കഴിയുമ്പോൾ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് സുന്നികളെല്ലാം ഒന്നായി തീരുന്ന ഒരു മഹത്തായ ഒരു സംഭവം കൂടി വരാനിരിക്കുന്നു എന്ന ആ ഒരു സ്വപ്നം കൂടി കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിന് സയ്യിദുൽ ഉലമക്ക് കഴിയും എന്നതിൽ സംശയമില്ല. അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് ആത്മാഭിമാനത്തോടെ ഈ സമുദായം മുന്നോട്ട് ണ്ടതുണ്ട്. തീർച്ചയായിട്ടും സുന്നികളുടെ ഒരു ഐക്യം ഉണ്ടാകുമെന്ന് അതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. സുന്നികൾ ഐക്യപ്പെടണമെന്നുള്ള ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. കുറേ കാലം മുമ്പുണ്ടായിരുന്നത് പോലെ പരസ്പരം വിമർശിക്കുകയോ ചളിവാരി എറിയുകയോ ചെയ്യുന്ന ഒരു പ്രവണത സുന്നികൾക്കിടയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ ഒരു പാകപ്പിഴ സംഭവിച്ചപ്പോഴേക്കും AP വിഭാഗത്തിലെ തന്നെ പല നേതാക്കളും അണികളും അതിനെ എതിർത്തതും അത് വേണ്ടിയിരുന്നില്ല എന്നുള്ള കുറ്റമ്പാറ ഉസ്താദ് അങ്ങനെ ഒരു പ്രസംഗം നടത്തേണ്ടിയിരുന്നില്ല എന്ന് കമൻറ്റുകൾ ഇട്ടതൊക്കെ ആ ഒരു പരസ്പരമുള്ള ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വരെ കൂറ്റമ്പാറ ഉസ്താദിനെ വിളിച്ച് അത് വേണ്ടിയിരുന്നില്ല, അത് അറിയാതെ സംഭവിച്ചു പോയതായിരിക്കും, നിങ്ങൾക്കതിൽ ഖേദമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കൂറ്റമ്പാറ ഉസ്താദും അതേപോലെ തന്നെയാണ് പറഞ്ഞത്. അത് പാകപ്പിഴവ് സംഭവിച്ചതാണ്, അതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് പേരോട് ഉസ്താദിനോട് പറഞ്ഞത്. പേരോട് ഉസ്താദിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കൂറ്റമ്പാറ ഉസ്താദ് ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഒരു ചെറിയൊരു വാചകം ചില ആളുകൾ പിടിച്ച് വലിയ വിഷയമാക്കി. ഞാനത് കേട്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന്, ഞാനന്ന് വിദേശത്തായിരുന്നു, ഞാൻ അദ്ദേഹത്തിന് വോയിസ് ഇട്ടു. അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു, പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി മേലിൽ അങ്ങനെ നിങ്ങൾ പറയൂല എന്ന് എനിക്കറിയാം, എങ്ങൾക്കും അതിൽ കേടുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് ഇട്ടു. അപ്പൊ അദ്ദേഹം എന്നെ വളരെ സന്തോഷത്തോടുകൂടി അത് ഉണർത്തിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഇട്ടു. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വാചകത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു അപ്പോഴേക്ക് പിടിച്ച് എല്ലാവരും കൂടി കുറ്റം പറഞ്ഞ് എല്ലാവരും കൂടി മോശാക്കി അങ്ങനെ പറയത് എന്റെ വാചകത്തിൽ 100 എണ്ണം അങ്ങനത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ സുന്നികൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം. ഇന്ന് നമ്മൾ ചില നേതാക്കന്മാരെ കാണുന്നുണ്ടല്ലോ, ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ വേറെ ഒരാൾക്കും അത് ഉണർത്തി കൊടുക്കാനോ തിരുത്താനോ പറ്റാത്തൊരവസ്ഥയാണ്. അഥവാ അങ്ങനെ തിരുത്തി കൊടുത്താൽ, ഉണർത്തി കൊടുത്താൽ പിന്നെ അവനായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ ശത്രു. അതിനെ അവൻ പറഞ്ഞതിനെ ന്യായീകരിച്ച് അവർ തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ കാലത്ത് കാണാൻ സാധിക്കുന്നത്.
എന്നാൽ സുന്നി പ്രസ്ഥാനങ്ങൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലൊക്കെ ഇത്രത്തോളം ഗ്രൂപ്പുകൾ ഉണ്ടായത് പോലും അത്തരം നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവനകൾ കൊണ്ടാണ്. അതിനെ ചില പണ്ഡിതന്മാർ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല. അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് മാറുന്ന, അല്ലെങ്കിൽ ഒന്നിലധികം വിഭാഗമായിട്ട് മാറുന്ന കാഴ്ചയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത്. സുന്നി പ്രസ്ഥാനത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. നേതൃത്വം ഒരു തെറ്റ് തിരുത്തി കൊടുത്താൽ അതിനെ അംഗീകരിക്കുകയും അതിൽ ഖേദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് സുന്നി പ്രസ്ഥാനത്തിൽ കാണുന്നത്. അത്തരത്തിലുള്ള പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയുമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അവരുടെ പിന്നിലാണ് നമ്മൾ അണിനിരക്കേണ്ടത്. അവർ നമ്മളെ കുഴിയിൽ കൊണ്ട് ചാടിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. സംഗതി കൂറ്റമ്പാറ ഉസ്താദ് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതായിരിക്കും. അദ്ദേഹം പ്രഭാഷണങ്ങളിൽ കൂടുതലും തമാശ പറയുന്ന, ആളുകളെ ചിരിപ്പിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതായിരിക്കും. എന്നാൽ പോലും അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന നമ്മുടെ നേതൃത്വം തിരുത്തുമ്പോൾ അത് അംഗീകരിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്ന നമ്മുടെ മറ്റു നേതൃത്വം, അതൊക്കെ വലിയ ഒരു സൗഭാഗ്യമാണ്. ഈ ലോകത്ത് വേറെ എവിടെയും കാണാത്ത സംഗതികളാണ്. ഇനി രാഷ്ട്രീയക്കാരെ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, തങ്ങളെ ബദ്ധവൈരികളായ മറുവിഭാഗത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ എത്രത്തോളം അധിക്ഷേപിക്കാൻ പറ്റും, അവരെത്രത്തോളം പരിഹസിക്കാൻ പറ്റുമെന്നാണ് ഇപ്പുറത്തുള്ള നേതാക്കന്മാർ ചിന്തിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാർ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്താൽ അവരെ തിരുത്താനൊന്നും ആരും മുന്നോട്ട് വരില്ല. മാക്സിമം പരിഹസിക്കട്ടെ, മാക്സിമം അധിക്ഷേപിക്കട്ടെ എന്നാണ് ഇവരെ കൂടെയുള്ള നേതാക്കളും അല്ലെങ്കിൽ ഇവരുടെ മേൽഘടക നേതാക്കളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരുപാട് കാലം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് തൻ്റെ മറുചേരിയിലുള്ള പാർട്ടി നേതാക്കന്മാരെയും പാർട്ടിയെയും നിരന്തരമായിട്ട് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ആരോപണങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ അതേ പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ എന്താണ് ചെയ്യുന്നത്? ഒരു ഉളുപ്പുമില്ലാതെ അതുവരെ പറഞ്ഞ ആരോപണങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒന്നും അതിനൊന്നും ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ നേരെ അപ്പുറത്തേക്ക് പോയി പ്രവർത്തിക്കുക. ആ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പോലും പറയില്ല. എന്നിട്ട് നേരെ അപ്പുറത്ത് പോയി പ്രവർത്തിക്കുക. ചിലപ്പോൾ അവർ വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കും. എന്നിട്ട് എന്താ പണി? അതുവരെ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയെക്കുറിച്ചും പാർട്ടി നേതാക്കളെക്കുറിച്ചും നിരന്തരമായിട്ട് ആക്ഷേപിക്കുക, കളവുകൾ പറയുക, പരിഹസിക്കുക. പിന്നെ അതാണ് അയാളെ പണി. അവർക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളത് അവരുടെ ആ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? സുന്നികൾ തമ്മിലുള്ള സംഘർഷങ്ങളും വിമർശനങ്ങളൊന്നും ഇപ്പം തീരെ ഇല്ലാതായി പോയിരിക്കുന്നു. എല്ലാം അവർ പരസ്പരം പുറത്തിട്ടുണ്ട്, അവർ പരസ്പരം ക്ഷമിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നമുക്ക് സുന്നികൾക്കിടയിൽ കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് MLA മൊഹ്സിൻ പറഞ്ഞത്. സുന്നികൾക്കിടയിലുള്ള അകലം വളരെ കുറഞ്ഞിരിക്കുന്നു, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എല്ലാവരുടെയും താല്പര്യം എന്നൊക്കെയാണ് മൊഹ്സിൻ അവിടെ ആ പരിപാടിയിൽ വെച്ച് പറഞ്ഞത്. ഇത് കേവലം പുറത്തു നിന്നുള്ള ആളുകളുടെ അഭിപ്രായം മാത്രമല്ല കേട്ടോ. ഇരുവിഭാഗം സമസ്ത നേതാക്കളുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. അവരത് മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചിട്ടുണ്ട്. ഇരു സമസ്ത വിഭാഗം യുവജന നേതാക്കളുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സുന്നി പ്രവർത്തകർക്കിടയിൽ അങ്ങനൊരു ആഗ്രഹമുണ്ട് എന്നത് യാഥാർത്ഥ്യം. ഒരു സുന്നി ഐക്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സുന്നികളിൽ ബഹുഭൂരിഭാഗവും. അതായത് ആ വ്യത്യസ്തമായ സംഘടനാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. സംഘടനാപരമായി അടിസ്ഥാനപരമായി ഈ പറഞ്ഞ സമസ്തയുടെയും മറുപക്ഷത്തിൻ്റെയും ഇരുപക്ഷത്തിൻ്റെയും അടിസ്ഥാന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഒന്നാണ്. രണ്ട് പക്ഷത്തുള്ള സുന്നികൾക്ക് സമസ്തക്കാർക്ക് പുറമെ ദക്ഷിണ കേരള ജമിയത്തുലമ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ സംസ്ഥാന കേരള ജമിയത്തുലമ എന്നൊരു ചെറിയൊരു സംഘടനയാണെങ്കിലും ആ സംവിധാനമുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപരമായി ഒരേ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഉള്ള ആളുകളാണ്. ശരിക്ക് മുസ്ലിം ലീഗിന് ഇത് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് യോജിപ്പിക്കാൻ കഴിയും. മുസ്ലിം ലീഗിന് കൂടുതൽ അതിനെ യോജിപ്പിക്കാൻ കഴിയും മുസ്ലിം ലീഗിനാണ്. ഇപ്പോൾ മുജാഹിദുകൾക്കിടയിൽ തർക്കമുണ്ടായത് യോജിപ്പുണ്ടാക്കിയത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണ്. അതും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് സമുദായത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ, ഒരുമ ഉണ്ടാക്കാനായി നേതൃപരമായ പങ്കുവയ്ക്കാൻ മുസ്ലിം ലീഗിന് കഴിയും. ഇപ്പോൾ മുസ്ലിം ലീഗ് തന്നെ ഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ യോജിച്ച് പോകണമെന്ന അഭിപ്രായമുള്ളവരാണ് സാധാരണക്കാരും ഏറെക്കുറെ നേതാക്കളും. എന്നാലും അതിൻ്റെ ഉള്ളിൽ സുന്നികളോട് താല്പര്യമില്ലാത്ത ചിലർ ഇത് യോജിച്ചാൽ സമസ്ത രണ്ടും യോജിക്കുമ്പോൾ ഒരു വലിയ പ്രസ്ഥാനമായി മാറുമെന്ന് ആശങ്കയുള്ള ഒരു അസ്ഥാനത്തെ ആശങ്കയാണ്, ആവശ്യമില്ലാത്തൊരാശങ്കയാണ്. അതായത് മുസ്ലിം ലീഗിലെ മുജാഹിദ് വിഭാഗമാണോ? തീർച്ചയായിട്ടും അങ്ങനെ മൈൻഡുള്ള ആളുകളായിരിക്കും അതിൻ്റെ പിന്നിൽ. അല്ലാത്തവർക്ക് യോജിക്കുന്നതിന് വിരോധം ഉണ്ടാകേണ്ടതില്ല. അതൊഴിവാക്കിയാൽ ഏറെക്കുറെ മുസ്ലിം ലീഗ് ഇറങ്ങിയാൽ തന്നെയാണ് നന്നാവാൻ കൂടുതൽ സാധ്യത ഉള്ളത്. സുന്നികളെ യോജിപ്പിക്കാൻ ആരും മുൻകൈ എടുത്താലും സഹകരിക്കുന്നുള്ളത് നേരത്തെ നമ്മൾ നേതൃത്വം പ്രഖ്യാപിച്ച കാര്യമാണ്. ഇപ്പോൾ ദക്ഷിണ കേരള ജമിയത്തുലമ ആണെങ്കിലും സംസ്ഥാന കേരള ജമിയത്തുലമായിട്ട് അവർക്ക് അടിസ്ഥാനപരമായി ഒരേ ആശയത്തിലാണ്. സുന്നികൾക്കിടയിൽ ആശയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ എല്ലാ സുന്നി സംഘടനകളുമായിട്ട് സഹകരിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്.
ഈ സമ്മേളനത്തിന് ശേഷം ഒരു ലയന സമരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. സമ്മേളനത്തിന് ശേഷം സമ്മേളനത്തിന് മുമ്പ് ഉണ്ടാവും. ഓരോ സമയത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്യും. എന്തായാലും ആ ശ്രമങ്ങൾ തുടരും അല്ലേ? അതിനകത്ത് മാറ്റമൊന്നുമില്ല. മുന്നോട്ട് പോകും. ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകും. സാദിഖലി തങ്ങളുടെ പ്രതികരണത്തോട് സന്തോഷകരമായ വാർത്തയെന്ന് EK വിഭാഗം SY സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ. സന്തോഷമുള്ള ഒരു വാർത്തയാണ്. പ്രബലമായ രണ്ട് സുന്നി വിഭാഗങ്ങൾ, ആ സുന്നി വിഭാഗങ്ങളിലെ പ്രവർത്തകരിൽ അതിന്റെ നേതാക്കളിലൊക്കെ നല്ലൊരു ശതമാനം ഈ സുന്നി ഐക്യം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് മുസ്ലിം ലീഗിന് താല്പര്യം എടുക്കുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അത് സംബന്ധമായി അതിന്റെ കാര്യങ്ങൾ അവർ നീക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടരും സഹകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AP വിഭാഗം SY ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ഇളമരവും പ്രതീക്ഷ പങ്കുവച്ചു. നേരത്തെ സമസ്തയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് പ്രധാനമായും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ആയതുകൊണ്ട് അവർ തന്നെ മുൻകൈ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് യോജിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിന് നമ്മളെ നേതൃത്വം നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചതുമാണ്. പിന്നെ ലയനം എന്ന ഒന്ന് ചിലപ്പം കുറച്ച് സാവകാശം എടുത്താലും പരസ്പര സഹകരണത്തോടുകൂടെ പോകാനുള്ള ഒരവസരം ഉണ്ടാകുക എന്നുള്ളത് തന്നെയല്ലോ നല്ലത്. സമസ്തയുടെ ലയന ചർച്ചകൾക്ക് സാദിഖലി തങ്ങൾ അനുകൂല നിലപാട് അറിയിച്ചതോടെ സുന്നി പ്രവർത്തകർ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ലയന സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ്. ഇപ്പോൾ വലിയ ഒരു കേരള യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അതിനുശേഷമാണ് ഈ അടുത്ത കാലത്ത് ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകിയ ആ ഒരു സന്ദേശയാത്രയുടെ പാലക്കാട് നടന്ന സ്വീകരണ സമ്മേളനത്തിലാണ് മുഹ്സിൻ MLA അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ ഇതാ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ നായകത്വത്തിൽ നടക്കുന്ന കേരള യാത്രക്കിടയിൽ വെച്ചിട്ട് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായവുമായിട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് എത്തിയത്. ഏതായാലും സുന്നികൾ ഒന്നിക്കണമെന്നുള്ള, സുന്നികൾ പരസ്പരം ഐക്യപ്പെടണമെന്നുള്ള അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നും വരുമ്പോൾ അണികളുടെയും സാധാരണക്കാരായ ആളുകളുടെയും മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷം മുട്ടിടുകയാണ്. അവർ പരസ്പരമുള്ള എല്ലാ വൈരാഗ്യങ്ങളും മറന്നുകൊണ്ട് വളരെ സാഹോദര്യത്തോടെയും സൗഹൃദത്തോടെയുമാണ് അടിത്തട്ടിലുള്ള ആളുകൾ വരെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. ഇപ്പോൾ കേരള യാത്രയ്ക്കിടയിൽ നമുക്ക് കാണാൻ സാധിച്ചു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ പച്ചക്കൊടി പിടിച്ചുകൊണ്ട് അഭിവാദ്യം നേരിടുന്നത്. അതേപോലെ തന്നെ കേരള യാത്രക്കും ജിഫ്രി തങ്ങൾ നയിക്കുന്ന സന്ദേശയാത്രക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ബാനർ, ഫ്ലെക്സ് ബോർഡ് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം മറന്നുകൊണ്ട് പരസ്പരം സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് എല്ലാം കൊണ്ട് നല്ലതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ ഏത് തരത്തിലുള്ള ഐക്യവും നമുക്ക് വളരെ അനിവാര്യമാണ്. സുന്നികൾ തമ്മിലുള്ള ഐക്യത്തിന് ഇത്രത്തോളം ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് കാരണം അവരിലെ ഒരേ തരത്തിലുള്ള ആശയമാണ്. ആശയപരമായിട്ടുള്ള ഒരു വ്യത്യാസവും അവർ തമ്മിലില്ല എന്നതാണ്. മറ്റു മുസ്ലിം സംഘടനകളെ പോലെയല്ല, സംഘടനാപരമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണല്ലോ ഇരുവിഭാഗം സമസ്തയും അതല്ലെങ്കിൽ സുന്നി സംഘടനകൾ തമ്മിലുള്ളത്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ തമ്മിൽ ഐക്യപ്പെടാനോ സഹകരിച്ച് പ്രവർത്തിക്കാനോ യാതൊരു തടസ്സവുമില്ല. ലയനം സാധ്യമായില്ലെങ്കിലും അനിവാര്യ ഘട്ടത്തിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം ഒരു ധാരണയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് വലിയ രീതിയിൽ പരിഹാരമാകുമെന്നത് തീർച്ചയാണ്. പിന്നെ എന്തുകൊണ്ടാണ് 89 പിരിഞ്ഞത്? അന്ന് പിരിയേണ്ടിയിരുന്നോ? അന്ന് രണ്ട് വിഭാഗമാവേണ്ടിയിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും. അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. കഴിഞ്ഞ 35 വർഷത്തോളമായിട്ട് അത് ഏറെക്കുറെ ചർച്ച ചെയ്ത കാര്യമാണ്. എല്ലാ വിഭാഗവും അവരുടെ ന്യായീകരണങ്ങളുമായിട്ട് നിരന്തരം വേദികളിലൂടെയും പേജുകളിലൂടെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അത് ഇനിയും ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ കാണും. അവരുടേതായിട്ടുള്ള അസ്തിത്വം നമ്മൾ വകവെച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് മറക്കാം. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന സംഘർഷങ്ങളും പരസ്പരമുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നമുക്ക് മറക്കാം. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അവന് എല്ലാം മറക്കാനും പൊറുക്കാനും കഴിയണമല്ലോ. അത്തരക്കാരായ ആളുകളാണ് മുസ്ലിങ്ങൾ. ക്ഷമ ഈമാനിൻ്റെ ഭാഗമാണെന്നുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചതാണല്ലോ. അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദിനെ എത്രത്തോളം വിമർശിക്കുകയും ആക്ഷേപിക്കുകയും കളവുകൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ നിരുപാധികം മാപ്പ് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അതാണ് ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ.
എത്ര ഉപദ്രവിച്ചാലും അവന് മാപ്പ് കൊടുക്കാൻ തന്നെയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുജാഹിദ് വിഭാഗങ്ങളെ പോലെ പരസ്പരം ഷിർക്ക് ആരോപിക്കുകയോ കുഫ്ർ ആരോപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പരസ്പരം മുശ്രിക്കാണെന്നോ കാഫിറാണെന്നോ ഒന്നും മുദ്ര കുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുക്കാവുന്ന കാര്യങ്ങളെ ഇരുവിഭാഗം നേതാക്കന്മാരും അണികളും ചെയ്തിട്ടുണ്ടാവും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എത്രത്തോളം ക്രൂരമായിട്ടാണ് ശത്രുക്കൾ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അവിടുത്തെ നെഞ്ച് പിളർന്നുകൊണ്ട് കരള് പുറത്തെടുത്ത് ചവച്ച് തുപ്പിയ ഹിന്ദ് എന്ന പെണ്ണും ഹംസ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ വഹ്ഷി എന്നവർക്കും പരിശുദ്ധ ഇസ്ലാം മാപ്പ് കൊടുത്തിട്ടില്ലേ? പ്രവാചകരും അനുയായികളും മാപ്പ് കൊടുത്തിട്ടില്ലേ? അതിലും വലുതൊന്നും സുന്നികൾക്കിടയിൽ സംഭവിച്ചിട്ടില്ലല്ലോ. മുൻകാലത്തുണ്ടായിരുന്ന അത്തരം തെറ്റുകളും കാര്യങ്ങളൊന്നും ഇപ്പോഴും സുന്നികളായ ആളുകൾ മനസ്സിലിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സഖാഫി എളമരം കഴിഞ്ഞ SYSന്റെ 70ാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. അതുകൊണ്ട് ആര് നമ്മളെ ഈ സുന്ദരമായ ആദർശ പ്രചാരണത്തിന് വിലങ്ങുതടിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊന്നും ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല. എല്ലാവരും നമ്മുടെ പ്രബോധിതർ മാത്രമാണ്. നമുക്കിവിടെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. നാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. നമുക്ക് എതിരാളികളില്ല, നമുക്ക് പ്രബോധിതരാണുള്ളത്. നമ്മുടെ ഈ മുന്നേറ്റത്തിന് വിലങ്ങുതടിയായി ഒരുപാട് കാലം നമുക്കെതിരെ പ്രവർത്തിച്ചവരുണ്ടാവാം. അവരോടൊന്നും ഒരു പകയും വെച്ച് പുലർത്താതെ എല്ലാവരോടും സ്നേഹത്തോടെ അവരെല്ലാം നമ്മളെ കൂട്ടുകാരാണ്, നമ്മുടെ നാട്ടുകാരാണ് എന്ന ഒരു കാഴ്ചപ്പാടോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ തരത്തിലുള്ള വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെ, യുവജന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വിജയകരമായ 70 വർഷക്കാലം നമുക്ക് ഒരു മാർഗദർശനമാകട്ടെ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ സുന്നി പണ്ഡിതന്മാർക്ക് എപ്പോഴും പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ വൈരാഗ്യവും ദേഷ്യവും ഒന്നും എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ മുമ്പിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇസ്സത്ത് മാത്രമാണ് ലക്ഷ്യം. ഈ സമൂഹത്തിൻ്റെ നന്മ മാത്രമാണ് ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് വേറെ ഒരു വൈരാഗ്യവും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ എങ്കിലും ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള വൈരാഗ്യങ്ങളും പരസ്പര വിദ്വേഷങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പഴയ കാലത്തൊന്നും ഇപ്പോഴും അവർ മോചിതരായിട്ടില്ല. പരസ്പരം കണ്ടാലും ഉണ്ടൂല, ഇവരെന്ത് ചെയ്താലും അവർക്ക് കുറ്റം, അവരെന്ത് ചെയ്താലും ഇവർക്ക് കുറ്റം. അത്തരത്തിലുള്ളൊരവസ്ഥ ചില നാടുകളിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. അത് മാറണം. അവിടെയുള്ള ആ വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മാറിയിട്ട് പരസ്പരം സൗഹാർദ്ദത്തിലാവേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുന്നികളെ പോലെയല്ല മറ്റു മുസ്ലിം സംഘടനകൾ. അപ്പോൾ മുജാഹിദ് സംഘടനകളൊക്കെ അവർ ഒരുപാട് സംഘടനകളായിട്ട്, ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചു പോയിട്ടുണ്ട്. അത് കേവലം സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമല്ല, ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്കിടയിലുള്ളത് കൊണ്ടാണ് അവർ പരസ്പരം മുശ്രിക്കാക്കുന്നതും അതല്ലെങ്കിൽ കുഫ്ർ ആരോപിക്കുന്നതൊക്കെ ആ ഒരു ആശയപരമായിട്ടുള്ള വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു മുജാഹിദ് വിഭാഗത്തിലെ പ്രവർത്തകരെക്കുറിച്ച് മറ്റു മുജാഹിദ് വിഭാഗത്തിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇവർ ഷിർക്ക് ചെയ്യുന്നു, കുഫ്ർ ചെയ്യുന്നു, നരകത്തിലേക്കാണ് എന്നുള്ള അഭിപ്രായമാണ്. അത് അവരുടെ സ്റ്റേജുകളിലും പേജുകളിലും നിരന്തരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഇല്ല എന്ന് അവരെത്ര ആവർത്തിച്ച് പറഞ്ഞാലും ഈ ലേഖനങ്ങളും ഇവരുടെ ഈ പ്രസംഗങ്ങളും പിൻവലിക്കാത്ത കാലത്തോളം അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അന്ന് എഴുതിയത് അത് തെറ്റായിപ്പോയി, അന്ന് പ്രസംഗിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് നിരുപാധികം മാപ്പ് പറയണം. അല്ലാതെ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ചിട്ട് ഞങ്ങൾക്കിടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വെറും വാക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഏകദേശം 8-ലധികം ഗ്രൂപ്പുകളാണ് മുജാഹിദ് വിഭാഗത്തിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വിഭാഗങ്ങൾ തമ്മിലൊക്കെ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത്. അവരുടെ ഓരോ വിഭാഗത്തിൻ്റെയും വിശ്വാസമനുസരിച്ച് മറ്റ് വിഭാഗങ്ങളൊക്കെ മുശ്രിക്കാണ്, ഷിർക്ക് ചെയ്യുന്നു, നരകത്തിലാണ് എന്നാണ്. സുന്നികളെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും മറ്റു മുഴുവൻ മുസ്ലിം സംഘടനകളെക്കുറിച്ചും അതേ അഭിപ്രായമാണ് അവരിലെ ഓരോ വിഭാഗത്തിനുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കും അതേ അഭിപ്രായം തന്നെയാണ്. സുന്നികളാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും അവർ നരകത്തിലേക്കാണ്, അവർ ഷിർക്ക് ചെയ്യുന്നു, അവർ ബിദ്അത്ത് ചെയ്യുന്നു എന്നൊക്കെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദമായിരുന്നല്ലോ മതരാഷ്ട്രവാദം. അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും ജനാധിപത്യത്തെ അനുകൂലിക്കുന്നതും ജനാധിപത്യത്തിന് കീഴിലുള്ള സർക്കാർ ജോലി ചെയ്യുന്നത് പോലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്നുള്ള അഭിപ്രായമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മുഴുവൻ ആളുകളും ഷിർക്ക് ചെയ്യുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിൽ അവരല്ലാത്ത മുഴുവൻ മുസ്ലിം വിഭാഗങ്ങളും ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണ്. പക്ഷേ സുന്നികൾക്ക് അങ്ങനെ ഒരു വാദവുമില്ല.
മുജാഹിദ് ഷിർക്ക് ചെയ്യുന്നു, ജമാഅത്ത് ഷിർക്ക് ചെയ്യുന്നു, തബ്ലീഗ് ഷിർക്ക് ചെയ്യുന്നു, അങ്ങനെ മുസ്ലിം ഇതര വിഭാഗങ്ങൾ ഷിർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഫ്ർ ചെയ്യുന്നു, അല്ലെങ്കിൽ കാഫിറാണ്, മുശ്രിക്കാണ് എന്നുള്ള അഭിപ്രായം ഒന്നും ഈ സുന്നികൾ പറയാറില്ല. എവിടെയും അങ്ങനെ നമുക്ക് കാണിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ സുന്നികൾക്കിടയിൽ തന്നെയുള്ള വിഭാഗങ്ങൾ പരസ്പരം ഷിർക്ക് ചെയ്യുന്നു എന്നോ കുഫ്ർ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളൊന്നും സുന്നികൾ പറയാറില്ല. മുജാഹിദുകൾ ഇങ്ങനെ പറയുന്നത് കുറേ മുമ്പല്ലേ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മുജാഹിദ് ബാലുശ്ശേരി എന്ന ഒരു പണ്ഡിത വേഷധാരി നടത്തിയ പ്രഭാഷണം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. സുന്നികൾ കുഫ്ർ ചെയ്യുന്നുണ്ട്, അവർ കാഫിറാണ് എന്ന് കാന്തപുരം ഉസ്താദും ജിഫ്രി തങ്ങളും ഒക്കെ അബൂജഹലിനേക്കാൾ വലിയ കാഫിറാണെന്ന് പച്ചക്ക് പറഞ്ഞ ആ പ്രഭാഷണം, അതിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരും കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ച സമസ്തയുടെ കുഫർ കനന്നു പോകും. ഇവരുടെ എല്ലാവരും കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്കത് നിരത്താൻ പറ്റും. അത് മാത്രം ഒരു വിഷയമാക്കിയാൽ ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് എനിക്കത് സ്ഥാപിക്കാൻ കഴിയും. അതായത് ഫിറൗൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു, എന്നാൽ അവർക്ക് പോലും സ്വർഗ്ഗത്ത് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയുമോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പിന്നെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് അയാളുടെ മാത്രം അഭിപ്രായം അല്ല കേട്ടോ, അവരുടെ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെയാണ്. അതല്ലെങ്കിൽ അയാൾ ഇത് പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ മറ്റു നേതാക്കന്മാർ തിരുത്തണ്ടേ? അല്ലെങ്കിൽ അതിനുശേഷം പ്രസംഗിച്ച ആളുകളോ അതിനുശേഷം സമ്മേളനമോ പരിപാടിയൊക്കെ നടത്തിയ ആളുകളോ അവർ തിരുത്തണ്ടേ? ഇങ്ങനൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല, അത് അയാളുടെ മാത്രം അഭിപ്രായമാണെന്ന് പറഞ്ഞ് തിരുത്തിയിട്ടില്ലല്ലോ. അങ്ങനെ തിരുത്താത്ത കാലത്തോളം മുജാഹിദ് ബാലുശ്ശേരിയുടെ ഇതേ അഭിപ്രായം തന്നെയാണ് അവരുടെ മുഴുവൻ നേതാക്കന്മാർക്കുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെയാണ് ചുഴലി മൗലവി ഒരു പ്രഭാഷണം നടത്തിയത്. അതൊന്നും ഞാൻ വീണ്ടും കേൾപ്പിക്കുന്നില്ല, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സുന്നികളെ പച്ചക്ക് കുഫ്ർ ആരോപിക്കുന്ന ആളുകളുമായിട്ടാണ് മുസ്ലിം ഐക്യം ഉണ്ടാക്കണമെന്ന് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഐക്യം ഉണ്ടാക്കിയിട്ടുമുണ്ട്. അങ്ങനെ മുസ്ലിം ഐക്യം ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങൾ ആ സുന്നികളെ കാഫിറാക്കരുത്, മുശ്രിക്കാക്കരുത്, അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഷിർക്കാണെന്നോ കുഫ്റാണെന്നോ നിങ്ങൾ നിരന്തരം പ്രസംഗിക്കരുത് എന്നെങ്കിലും പറയണ്ടേ? അത്തരം ഒരു കാര്യമെങ്കിലും പറയാനുള്ള ഒരു സന്മനസ് മുസ്ലിം ഐക്യം ഉണ്ടാക്കുന്നവർ കാണിക്കണ്ടേ? അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഇങ്ങനെയൊക്കെ പച്ചക്ക് കുഫർ ആരോപിച്ചിട്ടല്ലേ, സുന്നികൾ കാഫിറാണെന്ന് പറഞ്ഞിട്ടല്ലേ ഈ മുജാഹിദ് വിഭാഗത്തെ ബഹിഷ്കരിക്കുന്നത്? ചില ആളുകൾ പറയും, എന്തിനാണ് ഇത്തരമൊരു നിലപാട് സുന്നികൾ എടുക്കുന്നത്? അവരോട് സലാം പറയാൻ പാടില്ല, അവരെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുമായി വിവാഹബന്ധം പാടില്ല എന്നൊക്കെ സമസ്തക്കാർ നിലപാടെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരും മുസ്ലിങ്ങളല്ലേ, അവരും മനുഷ്യരല്ലേ, നമുക്കിടയിൽ ജീവിക്കുന്നവരല്ലേക്ക് എന്നൊക്കെ ചില ജനറൽ മുസ്ലിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പല വലിയ കമൻറ്റുകളൊക്കെ അവരുടെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സമസ്തക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തുന്നത്? ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒറ്റ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇത്രയ്ക്കും പച്ചയായിട്ട് കാഫിറാക്കുന്ന ആളുകളുമായിട്ട് എങ്ങനെയാണ് സലാം പറയുക? എങ്ങനെയാണ് അവരുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കുക? കാരണം മുത്തനബി പറഞ്ഞതെന്താ? ഒരു മുസ്ലിമിനെ ഒരാൾ കാഫിർ എന്ന് ആക്ഷേപിച്ചാൽ അയാൾ കാഫിർ അല്ലെങ്കിൽ ഈ വിളിച്ച ആളാണ് കാഫിറാവുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? സമസ്തക്കാർ യഥാർത്ഥ മുസ്ലിങ്ങളാണെങ്കിൽ, സുന്നികൾ യഥാർത്ഥ മുസ്ലിങ്ങളാണെങ്കിൽ അവരെ കാഫിർ എന്ന് വിളിച്ച ആളായിരിക്കുമല്ലേ കാഫിർ. പിന്നെ അയാളോട് സലാം പറയാൻ പറ്റുമോ? അയാളുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഈ ജനറൽ മുസ്ലിങ്ങളായ ആളുകൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. അപ്പോൾ അതേപോലെ തന്നെ മുസ്ലിം ഐക്യമുണ്ടാക്കാൻ വേണ്ടി സകല വഹാബികളെയും കൂട്ടുപിടിക്കുന്ന ആളുകളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒരാളെ മേൽ കാഫർ ആരോപിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? നമ്മളൊരു മുസ്ലിമായി ജനിച്ചു എന്നുള്ളതാണ്, മുത്തുനബിയുടെ ഉമ്മത്തായിട്ട് ജനിച്ചു എന്നുള്ളതാണ്. അതിനെയാണ് അവർ നിഷേധിക്കുന്നത്. നമ്മുടെ മുസ്ലിമാണ് എന്നുള്ള ആ സന്തോഷമാണ്, ആ അഭിമാനമാണ് അവർ നിഷേധിക്കുന്നത്, പിച്ച് ചീന്തുന്നത്. എന്നിട്ട് അവരുമായിട്ടൊരു ഐക്യമുണ്ടാക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ചില ആളുകൾ പറഞ്ഞ പോലെ ഈ മുജാഹിദ് വിഭാഗങ്ങളുമായിട്ട് ഐക്യപ്പെടാൻ ഒരിക്കലും ഒരു സമസ്തക്ക് കഴിയില്ല, സുന്നികൾക്ക് കഴിയില്ല, അവർ ഈ നിലപാടിൽ നിന്ന് മാറാത്ത കാലത്തോളം. പക്ഷേ സുന്നികൾക്കിടയിൽ ഐക്യമുണ്ടാക്കാനും സഹകരിച്ച് പ്രവർത്തിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് സുന്നികളെ തമ്മിൽ ഐക്യപ്പെടാത്തത്? അത് ചില കറുത്ത കരങ്ങളുടെ പ്രവൃത്തി മൂലമാണ്. ഇവിടെ കേരളത്തിൽ 90% വരുന്ന മുസ്ലിങ്ങളും സുന്നികളാണ്. ഈ 90% വരുന്ന സുന്നികൾ ഇവിടെ ഐക്യപ്പെട്ടാൽ, പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാൽ ഇവിടെ ചിലരുടെ നാശമായിരിക്കും അതിൻ്റെ ഫലമെന്ന് ചിലർ മനസ്സിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സുന്നികൾ ഒന്നിക്കാതെ അവർ വിഘടിച്ച് നിൽക്കണമെന്ന് ചില കറുത്ത കരങ്ങൾ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുവരെ സുന്നികൾ ഐക്യപ്പെടാതിരുന്നത്. എന്നാൽ ഇന്ന് കഥ മാറിയിട്ടുണ്ട്, ഇന്ന് അവസ്ഥ മാറിയിട്ടുണ്ട്. മുമ്പ് സുന്നികൾ വേർപിരിഞ്ഞതും വിഘടിച്ചു പോയതൊക്കെ അവരുടെ തന്നെ കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ്, അവരുടെ കറുത്ത കരങ്ങൾ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് ചിലരിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്.
ഇപ്പോൾ EK വിഭാഗം നടത്തിയ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സന്ദേശ റാലിയിൽ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തുന്ന കേരള യാത്രയിലും വലിയ ജനക്കൂട്ടത്തെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഈ കേരളത്തിലെ പൊതുജനങ്ങളടക്കം ഈ ഇരു യാത്രകളെയും വളരെയധികം പ്രശംസിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് കൂടെ നിന്നുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങളിലും അല്ലാതെ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഇതുപോലത്തെ ഒരു യാത്ര ഈ മുജാഹിദ് വിഭാഗത്തിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇവിടെ നടത്താൻ കഴിയുമോ? നടത്താൻ കഴിയില്ല. നടത്തിയാൽ തന്നെ മലപ്പുറം ജില്ലയിൽ കുറച്ച് ആൾക്കൂട്ടത്തെ കാണാൻ സാധിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടത്തെയോ ജനപിന്തുണയോ അവർക്കുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ കുരുവട്ടൂർ നൗഷാദൊക്കെ ചെയ്യുന്നത് പോലെ ഈ ആളുകൾ മുഴുവൻ കേരളത്തിലുടനീളം സഞ്ചരിക്കേണ്ടി വരും. മൈക്കും സൗണ്ട് സെറ്റുക്കുമായിട്ട് ഈ ആയിരക്കണക്കിന് ആളുകളെയും കൊണ്ട് കേരളത്തിൽ എല്ലാ ജില്ലയിലേക്കും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. എന്നാലേ അവിടുത്തെ പരിപാടികളിലൊക്കെ ഈ മുജാഹിദിനും ജമാഅത്തിനും ആളെ കിട്ടുകയുള്ളൂ. അല്ലാതെ ഈ സുന്നി സംഘടനകൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു യാത്ര, ഒരു ജനപിന്തുണ, ഒരു ജനബാഹുല്യം അവർക്കൊരിക്കലും ഉണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്നോ യാത്ര നടത്തേണ്ടിയിരുന്നു. കാരണം അതിനുള്ള വലിയ സാമ്പത്തിക ശേഷി അവർക്കുണ്ട്, വലിയ സംഘടനാ മികവ് അവർക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവരിത് നടത്താത്തത്? ജനപിന്തുണ കിട്ടൂല എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കാത്തത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സ്നേഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വിമർശനങ്ങളില്ലാതെ പരസ്പരം സഹകരിക്കുകയും ഐക്യപ്പെടുകയും ചെയ്യുന്ന സുന്നികൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ ഇനിയും പല ഛിദ്രശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിലൊന്നും പെട്ടുപോകരുത്. ചില ആളുകളുടെ പ്രസ്താവന എടുത്ത് അതിനെ വക്രീകരിച്ച് അതിനെ വികലമാക്കി സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിക്കും. എന്നിട്ട് ഇപ്പുറത്തുനിന്നുള്ള പ്രസ്താവന എടുത്തിട്ട് അതിനെയും വികലമാക്കി അവതരിപ്പിക്കും. അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടലുണ്ടാക്കി പരസ്പരം ഛിദ്രതയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്ന് നടക്കും. നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരടക്കം അതിന് ശ്രമിക്കും. അതുകൊണ്ട് അവരുടെ കെണിയിലൊന്നും നമ്മൾ വീണു പോകരുത്. ഇനി ആരുടെ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ വീണ ഉടനെ അതിനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് അതിനെ വലിയ വാർത്തയാക്കി സുന്നികൾ തമ്മിലുള്ള ആ ഒരു ഐക്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ആരും നടത്തരുത്. ചിലപ്പോൾ നമ്മൾ കാണുന്ന വാർത്തകൾ അത് സത്യമായിരിക്കില്ല, ആരെങ്കിലും പടച്ചുണ്ടാക്കിയതായിരിക്കും. AI ഒരു കാലഘട്ടമാണല്ലോ. പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ നിർമ്മിച്ചെടുക്കാൻ ആർക്കും കഴിയും. അതുകൊണ്ട് ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഒരു പ്രസ്താവനയോ പരാമർശങ്ങളോ കാണുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി നമ്മളൊന്ന് അന്വേഷിക്കണം. അത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണോ? അതിൻ്റെ പൊരുളെന്താണ്? അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അത് പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. അത് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇനി AP വിഭാഗവും EK വിഭാഗവും ഒന്നിക്കണമെന്നും ഐക്യപ്പെടണമെന്നും കേവലം ഇന്നത്തെ കാലത്ത് ആഗ്രഹം മാത്രമല്ല കേട്ടോ. ഇന്ന് നേതാക്കളും അണികളും ആഗ്രഹിക്കുന്ന കാര്യം മാത്രമല്ലത്. 89-ൽ സുന്നികൾ 2 വിഭാഗമായതിനു ശേഷം അന്നത്തെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർക്ക് വരെ അത്തരമൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു സുന്നികൾ ഒന്നിക്കണമെന്നുള്ളത്. കാന്തപുരം ഉസ്താദുമായി സംസാരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു എന്ന് അബ്ദുറഹ്മാൻ കല്ലായി എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരിക്കലും കാന്തപുരം ഉസ്താദോ ഉള്ളാർത്ഥങ്ങളൊന്നും ഷംസുൽ ഉലമയെ വിമർശിച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ആരൊക്കെയോ അങ്ങനെ ആരോപണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. അങ്ങനെ ഒരു തെളിവ് നമുക്ക് കാണിക്കാൻ കഴിയില്ല. എന്നാൽ മറിച്ച് ഷംസുൽ ഉലമയ്ക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്, ഷംസുൽ ഉലമയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കേട്ടതാണ്, നേരിട്ട് കണ്ടതാണ്. അല്ലാതെ പല ആളുകളും പറയുന്നത് പോലെ ഷംസുൽ ഉലമയെ നിരന്തരമായിട്ട് എതിർക്കുന്നു, വ്യക്തിഹത്യ നടത്തുന്നു, ചീത്ത പറയുന്നു, ഇതൊന്നും വസ്തുതയല്ല. ഇതൊന്നും ഒരിക്കലും തെളിവ് കാണിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനിടയിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മറക്കാം. ലിബറലിസവും ഫിത്നയും വെറുപ്പും വിദ്വേഷവും വർഗീയ വിഭജനമൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അത്തരം കാലത്ത് നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ വീട്ടുകാരെയും ഒക്കെ അതിലേക്ക് പോകുന്നത് തടഞ്ഞുകൊണ്ട് അവരെ സന്മാർഗത്തിൽ അടിയുറച്ച് നിർത്താനും അവരുടെ ഈമാൻ സംരക്ഷിക്കാനൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് ബാധ്യതയുണ്ടല്ലോ. ഇരുവിഭാഗം സമസ്ത നേതാക്കൾക്കും അണികൾക്കും ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത്തരം ഒരു ലക്ഷ്യവുമായിട്ട് പരസ്പരമുള്ള വൈരാഗ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇനി ലയനം നടന്നില്ലെങ്കിലും പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം ആക്ഷേപിക്കാതെയും വിമർശിക്കാതെയും പ്രവർത്തിക്കുമ്പോൾ ഇവിടെ വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും. മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിലുള്ളതുപോലെ പരസ്പരം ഷിർക്ക് ആരോപിക്കാനോ കുഫർ ആരോപിക്കാനോ നരകത്തിലേക്ക് തള്ളിവിടാനോ ഒന്നും ഒരു സുന്നികൾക്കും ഇവിടെ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളത്. അതിനുള്ള ഒരു പാലമാവട്ടെ ഈ ഇരുവിഭാഗം സമസ്ത നേതാക്കൾ നടത്തുന്ന യാത്രകളെന്ന് നമുക്ക് ആശ്വസിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.